ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ അതിനകത്തായിട്ട് 2 ടീസ്പൂണ് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 2 ടീസ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം, പച്ച ഉലുവ. അപ്പോൾ ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 10-25 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതപ്പോൾ വലുതൊക്കെ ഒന്ന് ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്, 2ആയിട്ടൊക്കെ ചെറുത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയുടെ എല്ലാം നിറമെല്ലാം മാറി നല്ല കണ്ണാടി പോലെ ഇതൊന്നായി കിട്ടണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മത്തിക്കറി വെച്ചാൽ സത്യം പറഞ്ഞാൽ ചട്ടി കാലിയാവുന്ന അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ചട്ടി പോലും ബാക്കി വെക്കത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം തീയെ മീഡിയത്തിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനും. തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോയാൽ പൊടിയുടെ ആ കളറും എല്ലാം ഒന്ന് മാറിപ്പോവും. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ആ പൊടിയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം മാറണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പച്ചക്കുത്ത് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വളരെ രുചിയാണ് കേട്ടോ. ഇതൊക്കെ ഈ കറി തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം, ആ മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിളയ്ക്കുമ്പോൾ ഈ വരുന്ന ഒരു മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു കിടിലൻ കറി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ മിക്സിയുടെ ജാറ് കഴിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ തോട്ടുപുളി നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കഴുകി. അപ്പോൾ അത് നല്ലപോലെ പുളിയൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 പീസ് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1 കിലോ മത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 1 കിലോ മത്തിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ കറിയുടെ രുചിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ എന്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയാട്ടോ. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല നെയ്മത്തിയായിട്ടോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി മത്തിയാണ് കിട്ടിയത്, നല്ല പച്ച മത്തി. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്കൊരു കൊതിയായി ഇങ്ങനെ ഒന്ന് വെച്ച് കഴിക്കാൻ. അപ്പോൾ നമ്മളതുപോലെ ഒന്ന് തയ്യാറാക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല നാടൻ റെസിപ്പിക്കായിട്ട്, അതുപോലെ തന്നെ ഈസി റെസിപ്പി, സിമ്പിൾ റെസിപ്പിക്കായിട്ടൊക്കെ നിങ്ങൾ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതാ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് പച്ചക്കറി ലീഫൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നല്ല മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മണം നമ്മളിവിടെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ചുറ്റുപാടെല്ലാം മണക്കും, അത്രയും മണമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക. വീണ്ടും അടച്ച് വെച്ച് നമ്മൾ മീൻകറി നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ചെറിയ തീ കിടന്ന് തിളച്ച് മൺചട്ടിയല്ല, നല്ല ചൂടല്ലേ, അപ്പോൾ നല്ലപോലെ കറി ഒന്ന് വറ്റി വരണം. അതാ ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേനും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് അനുഭവമുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആവണമെങ്കിൽ നമ്മളൊന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇനിയും കറി വറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാൻ. കണ്ടോ, എന്ത് കാണാൻ തന്നെ നോക്കിയേ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ കുരുമുളക് ചേർത്ത് നമ്മുടെ കുരുമുളക് കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മത്തി ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരുമില്ല, ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.